സുഹൃത്തുക്കളെ, ഇന്ന് അന്തരിച്ച മലയാള സിനിമയിലെ ജീനിയസായ ശ്രീനിവാസന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ശ്രീനിവാസൻ്റെ പോസ്റ്റർ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ചെറുപ്പത്തിൽ മണിമുഴക്കം എന്നുള്ള സിനിമേൻ്റെ പോസ്റ്ററാണ്. അതിൽ അരിയുടെ വലിയൊരു ഫോട്ടോ, അതിൻ്റെ കുറച്ച് താഴെയായിട്ട് ശ്രീനിവാസൻ്റെ ഫോട്ടോ വലുതായിട്ട് കൊടുത്തിട്ട്. അന്ന് ആർട്ട് ഫിലിമിൻ്റെ പോസ്റ്ററൊന്നും അത്ര വലുതായിട്ട് ഉണ്ടാകാറില്ല. പി എ ബക്കറിൻ്റെ പടമാണ്. അപ്പം നമ്മൾ ഒരു ഗ്ലാമർ ഇല്ലാത്ത ഒരു നടനെ കണ്ടിട്ട് കളിയാക്കി ചിരിച്ച് ഈ നടനെല്ലാം ഇതെല്ലാം സിനിമയിൽ ഇങ്ങനെയുള്ള നടന്മാരുടെ സിനിമയിൽ ഉണ്ടാവും എന്നുള്ള അർത്ഥത്തിൽ നോക്കി ചിരിച്ചത്. പിള്ളേരുടെ പോസ്റ്റർ നോക്കിയിട്ട് ഇതേ നടന്ന് പറഞ്ഞിട്ട് കളിയാക്കി. അദ്ദേഹമാണ് പിന്നീട് പിൽക്കാലത്ത് മലയാള സിനിമയിലെ അവിഭാജ്യ ഘടകമായി മാറിയത്. പിന്നെ ശ്രീനിവാസൻ്റെ ഞാൻ സിനിമ ആദ്യമായിട്ട് കാണുന്നത് അഹിംസയാന്ന് തോന്നുന്നുണ്ട്, അവിശേഷിച്ച് അതിനാണ് ശ്രീനിവാസനെ കാണുന്നത്. പിന്നീട് യവനിക, അതിൽ ചെറിയ ചെറിയ വേഷങ്ങളാണ്. പിന്നീട് കഥ തിരക്കഥ എഴുതാൻ തുടങ്ങിയത് മുതലാണ് ശ്രീനിവാസൻ വലിയ സ്റ്റാറായി മാറുന്നത്. പിന്നീട് മോഹൻലാൽ കൂട്ടുകെട്ടില്ല, പ്രേം നസീർ അടൂർ വസി കൂട്ടുകെട്ടിന് ശേഷം അന്നത്തെ പത്രങ്ങളിൽ എഴുതി ഒരു നസീർ ബാസിക്ക് ശേഷം വരുന്ന ഒരു കൂട്ടുകെട്ട് മോഹൻലാൽ ശ്രീനിവാസൻ. പിന്നെ സത്യനന്ദിക്കാട് സംവിധായകൻ. അങ്ങനെ കുറേ പടങ്ങൾ, ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം, പിന്നെ വരവേൽപ്പ്, നാടോടിക്കാറ്റ്, അങ്ങനെ ഇഷ്ടംപോലെ പടങ്ങൾ, പട്ടണപ്രവേശം, എല്ലാം സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. ശ്രീനിവാസൻ ഈ സത്യനന്ദിക്കാടൻ എന്ന സംവിധായകന് മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തത് ശ്രീനിവാസനാണ്. ഒരുപക്ഷെ ശ്രീനിവാസൻ കഥ തിരക്കഥ എഴുതിയില്ലെങ്കിൽ സത്യനന്ദിക്കാടൻ ഇത്ര ഹീറ്റുകൾ ഉണ്ടാവില്ല. കാരണം നല്ലൊരു കഥ ഉണ്ടായാലല്ലേ സിനിമ വിജയിക്കുള്ളൂ. പിന്നെ ശ്രീനിവാസൻ്റെ മറ്റുള്ള ഹാസ്യ നടന്മാരെ പോലെയുള്ള ശൈലിയല്ല. അന്ന് വരെ കണ്ട എല്ലാ ഹാസ്യ നടന്മാരുടെയും ഒരു പ്രതിച്ഛായയല്ല ശ്രീനിവാസൻ. ശ്രീനിവാസൻ പ്രത്യേക ഒരു മുഖച്ഛായ കൊണ്ടുവന്ന നടനാണ്. ഹാസ്യ നടന്മാർക്ക് സാധാരണ ഗോഷ്ടി കാണിച്ചിട്ടാണ് അധികം മുഖത്തോട് ഗോഷ്ടി കാണിക്കും. അത് നമ്മുടെ ജഗദീഷ് ശ്രീകുമാറടക്കം മുഖത്തോണ്ട് ഗോഷ്ടി കാണിക്കലുണ്ട്. എന്നാൽ വളരെ സീരിയസ് ആയിട്ട് നിന്നിട്ട് കാക്കി എന്താ പറയണ്ട, ഒരു ആറ്റിക്കുറിക്കുക എന്നെല്ലാം പറയല്ലേ നമ്മൾ, ആറ്റിക്കുറിക്കുക ഡയലോഗ്, വളരെ മിതമായ ഡയലോഗ് പറഞ്ഞിട്ട് ജനങ്ങളെ ചിരിപ്പിക്കൽ. അത് കൂടുതൽ കുറേ സംസാരിച്ച് ചിരിപ്പിക്കലല്ല. ഗൗരവത്തോടെ 2-3 സംഭാഷണം പറയും, അതിൽ തന്നെ കുറേ ചിരിക്കാനുണ്ടാകും. അല്ലാതെ ചാടിക്കളിക്കലും തുള്ളിക്കളിക്കലും അങ്ങനെയൊന്നുമില്ല. കാറിൻ്റെ മേലെ ചാടുന്ന അടുക്കളയിലേക്ക് ഒരു ചാട്ടം, അങ്ങനെയുള്ള ശ്രീനിവാസൻ അങ്ങനെയുള്ള കോമഡിയല്ല. അതായത് ഒരു പ്രത്യേക ശൈലിൻ്റെ ഉടമ. അതായത് സാഹിത്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ എങ്ങനെ, അതേപോലെ സിനിമയിൽ ശ്രീനിവാസൻ. അതായത് സിനിമയിലെ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുക ശ്രീനിവാസന്, വേറെ ആർക്കും അപ്പോൾ പദവി കിട്ടൂല. കാരണം ശ്രീനിവാസൻ്റെ പടങ്ങൾ ഞാനെല്ലാം അന്നത്തെ കാലത്തുള്ള ശ്രീനിവാസൻ്റെ പടങ്ങളൊന്നും ഒറ്റ പടങ്ങൾ ഒഴിവാക്കലില്ല. തല്ലിപ്പൊളി പടം വരെ കാണലുണ്ട്. ശ്രീനിവാസൻ്റെ കോമഡി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് പോകും. ഏകദേശം ടിക്കറ്റ് എടുത്ത പൈസ മുതലാവും ശ്രീനിവാസൻ ഉണ്ടെങ്കിൽ. അതായത് അവസാന കാലത്ത് എന്തെങ്കിലും ചെപ്പടി വിദ്യ, പിന്നെ വേറെ എന്തെങ്കിലും പേര് ഓർമ്മിക്കാത്തൊരു പടങ്ങളിലുണ്ട്. മോനിഷൻ്റെ ഭർത്താവായിട്ടൊരു പടം കളിച്ചിട്ടുണ്ട്, അതിന് പേര് എനിക്ക് ഓർമ്മയില്ല ഇപ്പം. പിന്നെ ഒന്ന് കസ്തൂരി എന്ന് പറഞ്ഞ തമിഴ് നടിയുണ്ട്, ആ നടിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതെല്ലാം തല്ലിപ്പൊളി പടമാണ്. പക്ഷേ ശ്രീനിവാസൻ ഉള്ളതുകൊണ്ട് പോയി കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ടി വി ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ ശ്രീനിവാസൻ്റെ അന്ന് ആദ്യം കാണുന്നത്, പിന്നെ നമ്മൾ ടി വി ചാനൽ മാറ്റുമില്ല. മറ്റുള്ള നടന്മാരിൽ നമ്മൾ മാറ്റുമല്ലോ ഇടയ്ക്കിടയ്ക്ക്. ശ്രീനിവാസനാകുമ്പോൾ നമ്മൾ മാറ്റാൻ നിൽക്കുമല്ലോ. ഒന്ന് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ പിന്നെ ടി വി തുറക്കുമ്പോൾ കണ്ടാൽ നമ്മൾ ചാനൽ മാറ്റുമില്ല. നസീർ സാറിനെ പടം നോക്കിയിരുന്നു പോകും. അതേപോലെ തന്നെയാണ് പിന്നീട് വന്ന ഈ ഹാസ്യ നടന്മാരുടെ കൂട്ടത്തിൽ പിന്നെ ശ്രീനിവാസൻ്റെ പടം നമ്മളൊന്ന് ടി വി ഓണാക്കിയാൽ പിന്നെ ടി വി നമ്മൾ മാറ്റില്ല, പടം കഴിയുന്നവർ നമ്മളിരിക്കും. എനിക്ക് ശ്രീനിവാസൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടമെന്ന് ഒന്ന് വടക്ക് നോക്കിയാണ്. അത് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത പടം. അദ്ദേഹത്തിന് സത്യനന്ദിക്കാട് പടമൊന്നുമില്ല. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്തതിനേക്കാൾ നന്നായിട്ട് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത പടമെന്ന് ചിന്താവിഷ്ട ശ്യാമളിയും വടക്ക് നോക്കിയത്. പിന്നെ ഒന്ന് മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. അതിൽ മോഹൻലാൽ വെറും റബ്ബർ സ്റ്റാമ്പാണ്, നായകൻ എന്നുള്ള ഒരു പേര് മാത്രം. ആ പടം ഫുള്ളായിട്ട് കയ്യിലെടുത്തത് ശ്രീനിവാസൻ്റെ പടമാണത്. മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. പിന്നെ ഒന്ന് തലയാണ മന്ത്രത്തിലെ ഡ്രൈവിങ് പഠിക്കുന്ന സമയത്ത് മാമുക്ക ഡ്രൈവിങ് പഠിപ്പിക്കുന്ന സമയത്തുള്ള ആക്ഷൻ വെപ്രാളം നോക്കിയാൽ മതി. അത് പുതുതായിട്ട് ഡ്രൈവിങ് പഠിക്കാൻ പോയി എല്ലാവരും കാണിക്കുന്ന വെപ്രാളാണ് ശ്രീനിവാസൻ ആ സ്റ്റിയറിങ് പിടിച്ച സമയത്ത് കളിക്കുന്നത്. അത് കണ്ട് ചിരിച്ച്
വീണു പോകും. അവർ ആദ്യം മുഖത്തോടുള്ള ഗോഷ്ടി. പിന്നെ സരോജ് കുമാർ, അത് മോഹൻലാലിനെ മമ്മൂട്ടിനെല്ലാം കളിയാക്കിയിട്ടുള്ളതാണ്. എന്നാലും ആ പടം ഞാൻ എത്രയോ പ്രാവശ്യം ടി വിയിൽ അത് കണ്ടത്. പിന്നെ സരോജ് കുമാർ. പിന്നെ പതിവ് പോലെ എൻ്റെ പെർഫോമൻസ് ഭയങ്കരം സൂപ്പർ, പക്ഷെ പടം പൊട്ടും, അങ്ങനെല്ലാം പറയുന്ന ഡയലോഗെല്ലാം. പിന്നെ മാത്രം പിന്നെ ഇത് ഞാൻ പാറയിൽ ചവിട്ടുമ്പോൾ പാറയിൽ നിന്ന് വെള്ളം തെറിക്കണ്ടേ. പിന്നെ ലേറ്റായിട്ട് വന്നിട്ട് ഞാൻ കുറച്ച് നേരത്തെ ആയിപ്പോയോ എന്ന് ചോദിക്കുന്നുണ്ട് പത്രക്കാരോട്. സമയത്തിനേക്കാളും സമയം കൂടി ലേറ്റായിട്ടാണ് വരാം. എന്നിട്ട് പത്രക്കാരോട് ചോദിക്കും ഞാൻ വന്നത് കുറച്ച് നേരത്തെ ആയിപ്പോയോ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഡയലോഗല്ലാതെ ശ്രീനിവാസൻ്റെത്. അതായത് നമ്മൾ നോവൽ വായിക്കുന്ന പോലെ തന്നെ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവൽ വായിക്കുന്ന പോലെയാണ് ശ്രീനിവാസൻ്റെ പടം കാണുമ്പോൾ നമുക്ക് തോന്നാറുള്ളത്. ശ്രീനിവാസ് സാർ വേറിട്ട് നിൽക്കുന്ന ഒരു നടൻ മലയാള സിനിമയിൽ. ഇപ്പോൾ ഒരു 10 കോമഡി നടന്മാരെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അടൂർവാസി മുതൽ ഇങ്ങ് പട്ടസാദ എല്ലാവരും എടുക്കും. അതിൽ ശ്രീനിവാസൻ നമ്മൾ കോമഡി നടനായിട്ടല്ല എടുക്കാൻ. ശ്രീനിവാസൻ കോമഡി ലിസ്റ്റിൽ പെടുന്ന ആളല്ല, പക്ഷേങ്കിൽ ശ്രീനിവാസൻ്റെ ക്യാരക്ടർ കോമഡി ആയിരിക്കും. അല്ലാണ്ട് കോമഡി നടനെന്ന് പറയാൻ പറ്റില്ല. ഒരു നായക നടൻ തന്നെയാണ് ശ്രീനിവാസൻ. സാധാരണ കോമഡി നടന്മാരുടെ കൂട്ടത്തിൽ പിന്നെ ശ്രീനിവാസനെ ഉൾപ്പെടുത്താൻ പറ്റില്ല. അത് വേറെ തന്നെ ഒരു കോമഡിയാണ് അദ്ദേഹത്തിൻ്റെത്. വേറിട്ട് നിൽക്കുന്ന ശൈലി. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ അടൂർ ബാസി, പിന്നെ ബഹദൂർ, അങ്ങനെ കുറേ ഹാസ്യ നടന്മാരുണ്ടല്ലോ. അതാണ് ഞാൻ പറയാൻ കാരണം. അവരുടെ കൂട്ടത്തിൽ അവരെല്ലാം വലിയ വലിയ കലാകാരന്മാരാണ്. അടൂർ ബാസിയും ബഹദൂറും ജഗതി, മാള, അതെല്ലാം നല്ല നല്ല വരാം. പക്ഷേ ശ്രീനിവാസനെ അതിൽപ്പെടുത്താൻ പറ്റില്ല. ഇതിനകത്ത് അതിലും മികച്ചതാണ്. പിന്നെ സന്ദേശം എന്നുള്ള പടത്തിൽ എല്ലാവരും ശ്രീനിവാസൻ്റെ അഭിനയത്തെക്കുറിച്ച് പറയും. സന്ദേശത്തിൽ ശ്രീനിവാസൻ്റെ കോമഡി കുറവാണ്. ശ്രീനിവാസൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും നന്നായിട്ട് മറ്റ് കഥാപാത്രങ്ങൾക്കും കോമഡി കിട്ടുന്ന വിധത്തിൽ എഴുതും. അല്ലാണ്ട് ഞാൻ മാത്രം കോമഡി കാണിക്കണം, മറ്റുള്ള കുട്ടികളെല്ലാം തഴിപ്പൊളി കഥ അങ്ങനെ എഴുതി കൊടുക്കുമല്ലേ. സന്ദേശത്തിൽ ഏറ്റവും സൂപ്പറായത് മാള അരവിന്ദൻ ചേട്ടനാണ്. മാളയുടെ കോമഡിയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ് സന്ദേശത്തിൽ. ശ്രീനിവാസൻ്റെ അതിൽ വലിയ കോമഡിയൊന്നുമില്ല. ശ്രീനിവാസൻ്റെ കഥയാണ് അതിൽ മികച്ചത്. ശ്രീനിവാസൻ്റെ പടങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇതെല്ലാം തന്നെ. പിന്നെ മോഹൻലാലിൻ്റെ കൂടെ നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, അങ്ങനെ കുറേ പടങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേർപാട് മലയാള സിനിമയ്ക്ക് ഒരു കനത്ത നഷ്ടം തന്നെയാണ്. പക്ഷേ ഇനിയിപ്പോൾ സുക്കേട് വന്നതുകൊണ്ട് ഇപ്പം മരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കനത്ത നഷ്ടമായിരുന്നു. കുറേ വർഷമായില്ല അഭിനയിക്കാത്തത്. അദ്ദേഹം അസുഖമായിട്ട് കിടന്നത് മുതൽ മലയാള സിനിമയ്ക്ക് കനത്ത നഷ്ടം തന്നെ. മരിച്ചതുകൊണ്ടല്ല, മരിക്കുന്നതിന് മുമ്പും കനത്ത നഷ്ടം തന്നെയായിരുന്നു. കുറേ പടത്തിൽ അത് അഭിനയിച്ചിട്ടില്ലല്ലോ. ഓക്കെ.